മോദി പത്രക്കാരെ ഒഴിവാക്കിയിട്ടില്ല. എല്ലാ പത്രക്കാർക്കും എല്ലാ ചാനലുകൾക്കും ഇൻ്റർവ്യൂ കൊടുത്തു. 2024 ഇലക്ഷന് മുമ്പ് എല്ലാവർക്കും ഇൻ്റർവ്യൂ കൊടുത്തു. ഇൻഡിവിജ്വൽ ഇൻ്റർവ്യൂ എല്ലാവർക്കും കൊടുത്തു. അതല്ലാതെ ഇവർക്ക് ആവശ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വലിയൊരു ജനക്കൂട്ടം ഒരു ഓഡിറ്റോറിയത്തിൽ അങ്ങ് കൂടും. പ്രധാനമന്ത്രി ഒറ്റയ്ക്ക് അവിടെ ഇരിക്കണം. എന്നിട്ട് ഇവരിങ്ങനെ നിങ്ങൾ ഇന്ന സ്ഥലത്ത് കുക്കടപ്പള്ളിയിൽ ഒരു വെടിവെപ്പ് നടന്ന പ്രധാനമന്ത്രിക്ക് കുക്കടപ്പള്ളി എവിടെയാണ്, കർണാടകയിലാണോ ആന്ധ്രയിലാണോ, പേര് കേട്ടാൽ ആന്ധ്രയാണെന്ന് തോന്നുന്നു. ഈ ഒരു അവസ്ഥയാണ്. എന്നിട്ട് പ്രധാനമന്ത്രിയെ ഉത്തരം മുട്ടിച്ചു എന്ന് പറഞ്ഞ് തുള്ളിച്ചാടണം. ഈ 18 വയസ്സായ, ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും, ഇവർ പ്രൊഫസർ എം കൃഷ്ണൻ നായർ അനാഗത ആർത്തവകൾ എന്ന് പറയുമായിരുന്നു ഈ പെൺകുട്ടികളെ. അനാഗത ശ്മശ്രുക്കളായ ആൺകുട്ടികളും അനാഗത ആർത്തവകളായ പെൺകുട്ടികളും കൂടി വടിയും പിടിച്ച് നടത്തുന്ന ഈ നാടകത്തിന് കൂട്ടുനിൽക്കാൻ പ്രധാനമന്ത്രിക്ക് സമയമില്ല. അതുകൊണ്ട് വേറെ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം ഇതിനു വേണ്ടി പാഴാക്കാൻ പറ്റില്ല. ഇത് നാഷണൽ മാത്രമല്ല, ഇൻ്റർനാഷണലി പത്രപ്രവർത്തകരുടെ സ്റ്റാൻഡേർഡ് കുറഞ്ഞിരിക്കുന്നു. എന്തൊരു കഷ്ടമാണ്. ഞാൻ പത്രപ്രവർത്തകരിൽ പലരോടും പറഞ്ഞു, കേരളത്തിനെ പിടിച്ചു കുലുക്കിയ ഒരു കേസായിരുന്നു ദിലീപ് കേസ്. അത് ക്ലോസ് കോർട്ടിലാണ് നടക്കുന്നത്. ഞാൻ പറഞ്ഞു, ഒരു വക്കീലിൻ്റെ വേഷത്തിൽ നിങ്ങൾ ആ കോർട്ടിനുള്ളിൽ കയറിയിട്ട് കോർട്ടിൻ്റെ പ്രൊസീഡിങ്സ് റിപ്പോർട്ട് ചെയ്യും, നിങ്ങളെ ഞാൻ സമ്മതിക്കാം. അല്ലാതെ കോർട്ട് ലക്ഷ്യമാകും. ഞാൻ ആകും. ആ കോർട്ട് ലക്ഷ്യം നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവണം. അവിടെയാണ് നിങ്ങളുടെ ജേർണലിസ്റ്റിക് മിടുക്ക് കാണുന്നത്. ഈ ഒറിയാന ഫെലാച്ചി, ഇറ്റാലിയൻ ജേർണലിസ്റ്റാണ്, മരിച്ചുപോയി കേട്ടോ. അവർ 2 പേരെ ഇൻ്റർവ്യൂ ചെയ്തു. ഒന്ന് പോപ്പിനെയും ഒന്ന് നമ്മുടെ യാസർ അറാഫത്തിനെയും. യാസർ അറാഫത്ത് അവർക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല. വധഭീഷണിയൊക്കെ ആയിട്ട് യാസർ അറാഫത്ത് വലിയ വേൾഡ് ഫേമസ് ടെററിസ്റ്റാണല്ല. അപ്പോയിൻമെൻറ്റ് കൊടുത്തില്ല. പക്ഷെ അവർ യാസർ അറാഫത്തിൻ്റെ മുമ്പിൽ ഹാജരായി. യാസർ അറാഫത്ത് ഞെട്ടിപ്പോയി. വാട്ട് ഈസ് ദിസ്? അവർ പറഞ്ഞു, നിങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ ഇവിടെ ഒരു ഡോറില്ലേ, ഒരു രഹസ്യ ഡോറുണ്ട്. ആ ഡോറിലൂടെ അകത്തേക്കും ആൾക്കാർക്ക് വരാൻ പറ്റും. ഷീ കെയിം ത്രൂ ദാറ്റ്. ഹിറ്റ്ലറെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞ ആഗ്രഹമൊക്കെ പറഞ്ഞിരുന്ന ആൾ പോപ്പിനെ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ പോപ്പ് എങ്ങനെ പെർമിഷൻ കിട്ടി? അവർ പറഞ്ഞു കൈക്കൂലി കൊടുത്തപ്പോൾ. പോപ്പിൻ്റെ പരിചാരകന്മാർക്ക് കാശ് പുളിക്കുക. അതൊക്കെയാണ് ജേർണലിസം എന്ന് പറയുന്നത്. അതല്ലാതെ ഇപ്പം നടക്കുന്നത് എന്താണ്? ഒരു വടിയും പിടിച്ചിട്ട് ചുമ്മാ തെക്കോടെ കിടന്ന് മനുഷ്യനെ ഉപദ്രവിക്കുക. 6 മാസം 7 മാസം ഉണ്ടാകും. അപ്പോഴത്തേക്ക് ഈ പെങ്കൊച്ചിൻ്റെ കല്യാണം കഴിയും. അത് കഴിഞ്ഞു, പത്രപ്രവർത്തനം കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അടുത്തതിന് റിക്രൂട്ട് ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്ത് ഇതൊക്കെ പത്രപ്രവർത്തനമാണോ? അന്തസ്സായ ഒരു ചോദ്യം ചോദിക്കാൻ എത്ര പേരുണ്ട്? ഞാനെൻ്റെ എക്സ്പീരിയൻസ് പറയാം. കുറേ വർഷം മുമ്പാണ് സുബ്രഹ്മണ്യൻ സ്വാമി തിരുവനന്തപുരത്ത് വന്നു പ്രസ് കോൺഫറൻസ് വെച്ചു. അപ്പോൾ എനിക്ക് അറിയാവുന്ന ആളെ എന്നെയും വിളിച്ചിരുന്നു. ഞാനും പോയിരുന്നു. കേരളത്തിലെ പത്രപ്രവർത്തകർക്ക് ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കാൻ അറിഞ്ഞുകൂടാ. ഹിന്ദുവിൻ്റെ പത്രക്കാരൻ മാത്രം ഒരു ചോദ്യം ചോദിച്ചു. അതും പണ്ട് വാജ്പേയിയുടെ കാലത്ത് നടന്ന ഏതോ ഒരു സംഭവത്തെപ്പറ്റി. അത് സ്വാമി ഉത്തരം പറഞ്ഞു. അത് കഴിഞ്ഞ് അബ്സല്യൂട്ട് സൈലൻസ്. അപ്പോൾ സ്വാമി ചോദിച്ചു, യു ഹാവ് നോ ക്വസ്റ്റ്യൻസ്? ഇല്ല. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അറിയില്ല. അതാണ്. ഇംഗ്ലീഷിലൊരു ചോദ്യം ചോദിക്കണ്ടേ, അല്ലെങ്കിൽ ഹിന്ദിയിൽ ചോദിക്കണ്ടേ? പോട്ടെ സാർ, എനിക്ക് ഇംഗ്ലീഷ് അറിഞ്ഞുകൂടാ, ഞാൻ മലയാളത്തിൽ ചോദിക്കാം. സ്വാമി തമിഴനാണല്ല, മലയാളം മനസ്സിലാകും, സംസാരിക്കാനാണ് പ്രയാസം. ഇത് പറയാനുള്ള ധൈര്യം ഉണ്ടാവണമല്ലോ. ഐ ഡോണ്ട് നോ ഇംഗ്ലീഷ്, ഞാൻ മലയാളത്തിൽ ചോദിക്കാം, മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് ചോദിക്കുക. ഇത് ഞാൻ പറയുന്നത് ഒരു 10-20 വർഷം മുമ്പുള്ള കാര്യമാണ്. അപ്പോൾ ഇതാണ് പത്രപ്രവർത്തകരുടെ സ്റ്റാൻഡേർഡ്. മഹാ കഷ്ടമാണ്. ഇങ്ങനെയുള്ളവരെ എൻ്റർടൈൻ ചെയ്യില്ല. ബുദ്ധിയുള്ള ഭരണാധികാരികളൊന്നും ഈ നാടകത്തിന് നിൽക്കില്ല. പിന്നെ അവരെപ്പറ്റി നമുക്ക് ഈ പറയാമെന്നുള്ളതല്ലാതെ പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞാലത്തെ അനുഭവം ആലോചിച്ച് നോക്കി. വലിയ ലോകപ്രസിദ്ധമായ വിവാദം നടക്കും അതേപ്പറ്റി. അതുകൊണ്ട് ആരും ഒന്നും പറയും, ഷീ ജിൻപിങ് പറയില്ല, പുടിൻ പറയില്ല, എങ്ങനെയെങ്കിലും തുറഞ്ഞു പോട്ടെ എന്ന് വിചാരിച്ചിട്ട് മിണ്ടില്ല.